ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. വൈകിട്ട് ചായയുടെ ഒപ്പം കഴിക്കാം. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത്തിരി എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എഗ്ഗ് റോൾ എന്നാട്ടോ ഇതിൻ്റെ പേര്, എഗ്ഗ് കോക്കനട്ട് റോള്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എഗ്ഗ് ഞാൻ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. മൈദ 1 കപ്പ്, ഒരു ചെറിയ പാത്രത്തിൽ കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ ചിരകിയത്, ഒരു 3 ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇത്രയുമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരക്കരുതേ, പതുക്കെ ഒന്ന് അരച്ചാൽ മതി. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 പച്ചമുളക്, 3 ചെറിയുള്ളി, ഒരു പീസ് ഇഞ്ചി, ഇത്രയും ചേർത്ത് ഉപ്പ് ചേർക്കണം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ഒരു ശരിക്കും അരച്ചെടുക്കരുത് കേട്ടോ, നല്ലോണം ഒന്ന് ചതച്ച പോലെ ആക്കി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങയുടെ കുരു ചാടാതെ ശ്രദ്ധിക്കണം. കുരു ചാടിയിട്ടുണ്ടെങ്കിൽ കയ്പ്പായിരിക്കും. ഞാൻ കുരുവൊക്കെ എടുത്ത് കളഞ്ഞേക്കുന്നതാട്ടോ. ഇത് നാരങ്ങ പിഴിഞ്ഞ് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നാരങ്ങയുടെ ആ നീര് തേങ്ങയിൽ ഫുള്ളൊന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതിപ്പോൾ മുട്ട നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഇത് ദോശ പോലെ ചുട്ടെടുക്കും. ഇനി നമുക്ക് മുട്ട പതപ്പിച്ചതൊന്ന് ദോശ പോലെ ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. ഇതിപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റൗണ്ട് ചെയ്ത് ദോശ പോലെ ഇതൊന്ന് ചുട്ടെടുക്കണം. ഇതിപ്പോൾ നമ്മൾ മുട്ട ഇത് കണ്ടോ, ഇതുപോലെ ദോശ പോലെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ കൂട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് റോള് ചെയ്തെടുക്കുക. ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ഇതിപ്പോൾ മുട്ട പൊരിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങയുടെ കൂട്ട് വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. സൈഡ് ഞാനൊന്ന് മുറിച്ച് മാറ്റി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് ഉണ്ട്, റോള് ചെയ്ത് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദ, കോൺഫ്ലേക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഞാൻ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലേക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തുള്ളി
ഒന്നോ രണ്ടോ തുള്ളി യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് ബാറ്ററാക്കി എടുക്കണം. ഇതുപോലെ ബാറ്ററാക്കി എടുക്കുക. ഒത്തിരി വെള്ളം പോലെ ആവരുത് കേട്ടോ, ഇത്തിരി കട്ടി ഉണ്ടായിരിക്കണം. ഇതിലേക്ക് ഈ കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ ആ കൂട്ടുണ്ടല്ലോ, ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പം നമ്മൾ മുട്ടയുടെ ഉള്ളിൽ തേങ്ങയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. എപ്പോഴും മധുരമൊക്കെ ഉള്ളത് കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി സ്നാക്ക്. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മൾ എല്ലാം മൈദയുടെ ബാറ്ററിൽ മുക്കി എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്കാണ്, ഒരു വെറൈറ്റിയാണ്. ഇത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് തന്നെ, സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ.